എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷിപ്പി വിട്ടുനൽകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് അതിന്റെ കീഴിൽ സമയത്ത് ഇവർക്ക് രാഷ്ട്രീയമായ സമയത്ത് ഇവർക്ക് തെരഞ്ഞെടുപ്പുള്ള രാഷ്ട്രീയമായിരുന്നു. ഇവർക്ക് തെരഞ്ഞെടുപ്പുമായി വിഭാവനം ചെയ്യുന്ന സമയത്ത് ബിജെപി ഓഫീസുകളിലേക്ക് ചെല്ലാൻ പറയുന്നത് വിളിക്കാത്ത പരിപാടി രാജ്യസഭ നടക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സമയത്തുള്ളതോ ഇത് വളരെ പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ രാജ്യതാന്ത്രികമായ കാര്യമാണ്. ഉന്നയിക്കപ്പെടും എന്നതിൽ മാത്രമല്ല അപ്പോഴും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ അത് ലോക രാഷ്ട്രത്തിന് മുന്നിൽ അവതരിപ്പിക്കണം. വ്യവസ്ഥമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കൃത്യമായി തെളിവ് മുന്നിൽ നിർത്തിക്കൊണ്ടുകൂടിയാണ് ഇന്ത്യ പങ്കിടുന്ന എല്ലാവർക്കും സമയത്ത് ഓപ്പറേഷൻ വിജയങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂരൻ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ സൈബർ പ്രവർത്തനങ്ങൾ വികസിച്ച വഴികൾ സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രധാന സൈനിക നടപടികൾ എന്തൊക്കെയാണ്? ആദ്യത്തേത് ഫസ്റ്റ് കാശ്മീർ വാർ എന്നറിയപ്പെടുന്ന 1947-48 ഇന്ത്യ പാകിസ്ഥാൻ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1947 ഒക്ടോബറിൽ ബോർഡർ സായുധ സംഘങ്ങളും പാകിസ്ഥാൻ റെയിൽവേസുമാരും ജമ്മു കാശ്മീർ മുഴഞ്ഞു കയറിയപ്പോഴാണ് അവധിക്കാലമായാൽ നമ്മുടെ മക്കൾ അയൽക്കാരുടെയും അവരെ അവർക്ക് നിരവധി പഠിപ്പിച്ചു കൊടുക്കാൻ കുട്ടികൾ മറ്റു ജീവിതത്തിലേക്ക് പോകുന്നത് മാതാപിതാക്കൾ ഇതിപ്പോൾ ആരെയും ചെയ്യാൻ കഴിയാത്ത കാരണമുണ്ട്. നമ്മുടെ കണ്ണോട് ചെയ്യാൻ മക്കളെ കൊത്തിപ്പറിക്കാൻ മാതാപിതാക്കളെ ഗട്ടൽ നൽകി ജീവിക്കുന്നത് അയൽവാസിയായ യുവതിയാണ്. അങ്ങാടി പ്രദേശത്തിൽ സത്യമാണ് ഭർത്താവിന്റെ ഭർത്താവിയോടെയാണ് കുട്ടിയെ ലൈംഗികമായി കേസിൽ ഭർത്താവ് പിടിയായതിനെ കുറിച്ചുള്ളത് ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്. ഈ വാർത്തയിലേക്കാണ് പ്രധാന സ്വാഗതം. മലപ്പുറം തിരൂരിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അയൽവാസികൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണ്. അതിനാൽ തന്നെ അവരെല്ലാവരുടെയും വീടുകളിൽ പതിവായി പോകാറുണ്ട്. അയൽവാസികളുടെ വീടുകളിലാണ് ഭക്ഷണവും കഴിക്കുന്നത്. ഒരിക്കൽ കൊത്തിൽ നൽകുമെന്നുള്ള സത്യഭാവനയുടെ വീട്ടിലെത്തിയപ്പോൾ അവർ അവരെ ലഹരി കലർത്തി ലഹരി മയങ്ങിയപ്പോൾ 15-കാരന്റെ യുവതി ലൈംഗികമായി പിന്നീട് നഷ്ടങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പാഠഭാഗം ചെയ്തു. വീട്ടുകാരുടെ പരാതിയിൽ സത്യഭാവനയെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതാണ്. ഇവരുടെ ഭർത്താവിന്റെ ഒത്താശയോടെയാണ് യുവതി കുട്ടിയെത്തിയത്. കേസിൽ ഭർത്താവ് സ്ഥാപിക്കും അറസ്റ്റിലായില്ല. സ്ത്രീകളുടെ നഷ്ടം വീഡിയോക്ക് എടുത്തു വരാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടതായും പരാതി പറയും. തിരൂരിൽ 15 വയസ്സുള്ള വിദ്യാർത്ഥിയെ ലഹരി നൽകിയും ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ച യുവതിക്ക് ഒത്താശയ്ക്കെതിരെയാണ് ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലൊടുവിൽ പോയിരുന്ന തിരൂർ BPM സ്വദേശി സാദിഖാണ് പിടിയിലായത്. വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതിന് സാദിഖിന്റെ ഭാര്യ പാലക്കാട് കല്ലരിക്കോട് സ്വദേശിനി സത്യഭാമയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സത്യഭാമയുടെ അറസ്റ്റിന് പിന്നാലെ സാദിഖ് ഒളിവിൽ പോവുകയായിരുന്നു. വിദ്യാർത്ഥിയെ ആൺകുട്ടിയെയാണ് സത്യഭാമ പീഡിപ്പിച്ച് ഇരയാക്കിയത്. ഇതിന് ഭർത്താവ് സാദിഖിന്റെ പിന്തുണയും ഒത്താശയുണ്ടായിരുന്നു. ലഹരി നൽകി മൊബൈൽ ഫോണിൽ വിദ്യാർത്ഥിയുടെ അശ്ലീല ചിത്രങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തിയാണ് ദമ്പതികൾ
ന്യൂസ് 18 തിരൂർ. സംഭവം കോഴിക്കോട് താമസിച്ചു വരികയായിരുന്ന പശ്ചിമബംഗാൾ സ്വദേശിനിയായ പെൺകുട്ടിയെ ഇയാൾ പ്രണയം കഴിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഗ്ലാസ് ജില്ലയിലെ ജീവനക്കാരനായ ഇയാൾ പെൺകുട്ടി താമസിച്ചിരുന്ന വീടിനടുത്താണ് താമസിച്ചിരുന്നത്. പെൺകുട്ടിയെ ഹരിയാനയിലെത്തിച്ച ഇയാൾ പിതാവിന് കൈമാറുകയും ഹരിയാന സ്വദേശിക്ക് 25,000 രൂപയ്ക്ക് വിൽക്കുകയുമായിരുന്നു. പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ രക്ഷിതാക്കളുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് ഹരിയാനയിലെ ബുല എന്ന സ്ഥലത്ത് വെച്ച് പെൺകുട്ടിയെ കണ്ടെത്തി. പെൺകുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നസിമോ ഷെയ്ഖിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ കേരളത്തിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ വിമാനം വെച്ച് പ്രതി രക്ഷപ്പെട്ടു. റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ നിർത്താനായപ്പോൾ ശുചിമുറിയിൽ പോകണമെന്നാവശ്യപ്പെട്ട് വില കഴിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ 4 പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. അതിനുശേഷം ഒടുവിലായിരുന്നു കഴിഞ്ഞ April 24 ആസാമിൽ ഇരിക്കുകയും അതിനടിസ്ഥാനത്തിൽ May 5 അവിടെ ചർച്ച ചെയ്യുകയും തിരിച്ച് അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത്. അസം പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് കേരളത്തിൽ നിന്നെത്തിയ പോലീസ് സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയും പിതാവും 2ാം പ്രതിയും തന്നെ കൂട്ടബലാത്സംഗം ചെയ്തതായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു. ബലാത്സംഗം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒളിവിൽ കഴിയുന്ന ഷൈഖിന്റെ പിതാവിന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം ഈ നാടിന്റെ സ്വത്താണ്. അത് കാത്തുരക്ഷിക്കാൻ കോവിൽധാരികളായ ചില ആൾക്കാരുണ്ട്. ക്ഷേത്ര മുഴുവൻ പുറത്തുമെല്ലാം ഇന്ന് എങ്ങനെയാണ് അവരുടെ ലോകത്തിൽ സ്വർണം കാണാനായത്? അതീവ സുരക്ഷാ മേഖലയായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 15 സ്വർണം കൈവശം കാണാനായി. എന്നാൽ പോലീസ് അന്വേഷണം തുടങ്ങിയതിനാൽ നഷ്ടമായ സ്വർണം കേരളത്തിനുള്ളിലെ പല സ്ഥലത്തിൽ നിന്നാണ് സ്വർണം കണ്ടുപിടിച്ചത്. സംഭവിച്ചിട്ടുണ്ടെങ്കിലും മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ്